ടീച്ചർ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ തന്നെ കുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് ടീച്ചർ വിളിച്ചിട്ടുണ്ടായോ, ടീച്ചർ സമ്മതിക്കണില്ലാന്ന്. അപ്പച്ച ഒന്ന് പറയാം അപ്പച്ച. അപ്പച്ചൻ ടീച്ചറോട്, ടീച്ചർ അവൻ 4 എണ്ണം ചെയ്യാൻ പറ്റും. ഇല്ല 4 എണ്ണം ചെയ്യാതെ ഇങ്ങോട്ട് തിങ്കളാഴ്ചക്ക് വരണ്ട, അവനെ വീട്ടിലിരുത്തിയാൽ മതി. അങ്ങനെ ടീച്ചർ ദേഷ്യത്തോടുകൂടി പറഞ്ഞു. അപ്പൻ വേറെ നിവൃത്തിയൊന്നുമില്ല, അവൻ കൊച്ചിനെ നോക്കണം. ഞാൻ പറഞ്ഞില്ലേ പ്രിയമുള്ളവരെ, അവൻ ഹോംവർക്ക് എഴുതാനെടുക്കാണ്. ആദ്യത്തെ ഹോംവർക്ക് ചെയ്തു, വളരെ എളുപ്പത്തിൽ ചെയ്തു. 2ാമത്തെ കുഴപ്പമില്ലാതെ ചെയ്തു. 3ാമത്തെ കഷ്ടപ്പെട്ട് ചെയ്ത് തീർത്തു. 4ാമത്തെ എടുത്തപ്പോൾ അപ്പം പറഞ്ഞു, മതിയടാ ഞാനൊന്ന് ടീച്ചർ ഒന്നുകൂടെ വിളിക്കാം. ടീച്ചർ ഒന്നുകൂടെ വിളിച്ചിട്ട് അവിടുത്തെ പോയി ഇന്ന് കാര്യങ്ങൾ പറഞ്ഞ് ടീച്ചറുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ടീച്ചർ അവനോട് പറഞ്ഞു, മതി മോനെ, 3 എണ്ണം ചെയ്താൽ മതി. പ്രിയമുള്ളവരെ, 2 തമ്മിലുള്ള വ്യത്യാസങ്ങൾ അവിടെയാണ് പ്രോത്സാഹനം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചില കുട്ടികൾക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, എന്താണ്, അവളെ കൊണ്ട് കൊള്ളത്തില്ല, അവനെ കൊണ്ട് കൊള്ളത്തില്ല. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് മാതാപിതാക്കൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെങ്ങനെയാണ് മെച്ചപ്പെടാം? അതുകൊണ്ട് മാതാപിതാക്കള് അവരെ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇങ്ങനെ വലിച്ചുയർത്താനായിട്ട് നോക്കും, പരമാവധി പരിശ്രമം.